ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉച്ചയൂണിന് വേണ്ടിയിട്ട് സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു. അതിനകത്തേക്ക് ഒരു പിടി സോയ ചങ്ക്സ് ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചു. അത് തണുത്ത് വരുന്ന സമയത്തേക്ക് ഞാൻ വേഗം തന്നെ ഒരു സവോള എടുത്ത് ചെറുതായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് 2 പച്ചമുളക് നെടുകെ പൊളന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 2 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ തണുത്തിരിക്കുന്ന സോയ ചങ്ക്സ് ചെറു ചൂടോടുകൂടി തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകത്തക്ക പോലെ പിഴിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ വാങ്ങിച്ച സോയ ചങ്ക്സ് കുറച്ച് വലുതായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നെടുകെ പൊളന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ പീസുകളും ചെറുതാക്കി എടുത്തു. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മസാല കുറച്ച് ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ എണ്ണയും കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ വളരെ വേഗത്തിലും കൂടെയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ ഞാൻ എല്ലാം കൂടെ അങ്ങോട്ടിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടൊന്ന് അടച്ച് വയ്ക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ സോയ ചങ്ക്സ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ മീൻ വാങ്ങിക്കാത്ത ദിവസങ്ങളിലാണ് സോയ ചങ്ക്സ് ഒക്കെ ഞാൻ കൂടുതലായിട്ട് കറിക്ക് എടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അടച്ച് വയ്ക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞിട്ട് സവോള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്ന് നോക്കുവാണ്. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ വഴന്ന് വന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അതിനകത്തേക്ക് ആദ്യമേ തന്നെ സോയ ചങ്ക്സ് എടുത്തിട്ട് പോയി കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോയ ചങ്ക്സ് ചേർത്തതിന് ശേഷമാണ് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതാണ് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് വഴറ്റി ഒന്നും കൂടെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവിയിൽ അടഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേക്ക് മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും ഉപ്പും ഒക്കെ എല്ലാ വശത്തും നന്നായിട്ട് പിടിച്ചിട്ട് കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ എടുക്കുമ്പോഴത്തേക്ക് ഇതേ പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഉച്ചയൂണിനൊക്കെ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ട്